അല്ല, അത്തരം ചർച്ചകൾ പരാമർശങ്ങൾ യോഗത്തിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ യോഗം കൂടിയത്. UDF നേരത്തെ പറഞ്ഞതാണ്, UDFൻ്റെ നയങ്ങളുമായി സഹകരിക്കുന്ന, യോജിക്കാൻ കഴിയുന്ന സംഘടനകളെ കൂട്ടിച്ചേർത്ത് UDFൻ്റെ അടിത്തറ വിപുലീകരിക്കും എന്നത് UDFൻ്റെ പൊതു നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, മുസ്ലിം ലീഗ് ആ നിലപാടിൻ്റെ കൂടെ തന്നെയാണ്. UDFൻ്റെ നിലപാട്, UDFൻ്റെ അടിത്തറ സമാന ചിന്താഗതിയുള്ള ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് വിപുലപ്പെടുത്തണം. ആ വിപുലപ്പെടുത്താനിൽ എങ്ങനെയാവണം, ആരൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ UDF കൂടിയിട്ടാണ് തീരുമാനിക്കുക. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല. UDF അടുത്ത ദിവസം കൂടുന്നുണ്ട്. അവിടെ ഞങ്ങൾ ആ ചർച്ചകളുമായി മുന്നോട്ട് പോകും. ആരാ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങളൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഏകാഭിപ്രായത്തിൽ എത്തിക്കാനാണ് UDF ചേരുന്നത്. UDF ചേർന്നതിന് ശേഷമാണ് UDFൻ്റെ അഭിപ്രായം പറയുക. UDFൽ ഘടകകക്ഷികൾ കുറേ ഉണ്ടല്ലോ, ഓരോ ഘടകകക്ഷികൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. ലീഗിൻ്റെ അഭിപ്രായം ഞങ്ങൾ UDF പറയും. അപ്പോൾ നിങ്ങൾക്ക് വിവരം കിട്ടും. അല്ല, ഞങ്ങൾ ആ അഭിപ്രായം പറയേണ്ട സ്ഥലത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അതവിടെ ഞങ്ങൾ പറയും. അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചോർന്ന് കിട്ടും. അപ്പോൾ അല്ല, PJ ജോസഫ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ പറയല്ലേ. ഞങ്ങൾ UDFൽ PJ ജോസഫ് ഇപ്പുറത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പുറത്തും VD സതീശ് അപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യുമല്ലോ. എന്നിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. വ്യത്യസ്ത പാർട്ടികളല്ലേ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഏകാഭിപ്രായമാക്കി മാറ്റും. അതിനാണ് UDF കൂടുന്നത്. ഞങ്ങൾ പറയും, അപ്പം പറയും. ആ പറയുന്ന നിമിഷം നിങ്ങളും അറിയും. ഞങ്ങൾ UDFൽ പറയേണ്ടുന്ന ഒരു കാര്യം പുറത്ത് പറയുന്നത് ശരിയല്ല, രാഷ്ട്രീയ മാന്യതയല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാത്തത്. പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളോടെല്ലാം പറയണം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത്. പക്ഷെ അത് ശരിയല്ല. അതാണ് അതെ, ലീഗിൻ്റെ അഭിപ്രായം പറയേണ്ടിടത്തേ പറയാൻ പറ്റൂ. അതവസ്ഥ. തീർച്ചയായിട്ടും വരണം. നിങ്ങൾ കൂടുതൽ കക്ഷികൾ വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. RJD ആണോ BJD ആണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, CPM വരികയാണെങ്കിൽ അപ്പോൾ ഗൗരവമായി പരിശോധിക്കേണ്ട സാഹചര്യമാണ്. നിങ്ങൾ പറഞ്ഞു CPM അല്ലേ പറഞ്ഞു? CPI ഞാൻ പറഞ്ഞില്ല. CPM ഇപ്പോൾ ഈ ജനപിന്തുണ നഷ്ടപ്പെട്ട സമയത്ത് എടുക്കുന്ന UDFന് മോശമല്ലേ? അല്ല, മാണി കേരള കോൺഗ്രസിനെ എടുക്കണമെന്ന് ലീഗ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അതുമ്പോൾ കൂടുന്നത്? അത് ഞങ്ങൾ UDFൽ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം UDFൽ പറയും. അത് കഴിഞ്ഞാൽ അവിടെ പിന്നെ UDF ചെയർമാനും കൺവീനറും നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം. അതാരാ അങ്ങനെ ഒരാളുണ്ടോ? ഇങ്ങനെ പ്രാദേശികമായി ഏതെങ്കിലും ആൾ പറഞ്ഞതിന് ഞങ്ങളെങ്ങനെ മറുപടി പറയാം? ഏതായിരുന്നാലും, ഏത് ജെൻഡർ വിരുദ്ധമാണെങ്കിലും, സ്ത്രീ വിരുദ്ധമാണെങ്കിലും, പുരുഷ വിരുദ്ധമാണെങ്കിലും, എന്ത് വിരുദ്ധമാണെങ്കിലും അത്തരം പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒന്നും ഭൂഷണമല്ല, മാന്യതയ്ക്ക് നിരക്കുന്നതല്ല ആരായിരുന്നാലും.